ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പതിവ് പോലെ സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു നാടൻ ചിക്കൻ കറിയാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കുകയാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണോ ഉണ്ടാക്കിയേക്കണത്, നല്ല ടേസ്റ്റി ആയിട്ട് ഉള്ളൊരു ചിക്കൻ കറിയാണ്. എല്ലാവരും ഇങ്ങനെയാണോ ഉണ്ടാക്കണതെന്ന് അറിഞ്ഞുകൂടെ. എൻ്റേതായിട്ടുള്ള ചെറിയൊരു വ്യത്യാസമൊക്കെ വരുത്തി ഞാൻ ഉണ്ടാക്കിയിരിക്കാം. ഒരുപാട് വ്യത്യാസമല്ല കേട്ടോ, നമ്മൾ ചെറിയൊരു വ്യത്യാസം നമ്മൾ വരുത്തി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കറികൾക്ക് വേറിട്ടൊരു രുചിയായിരിക്കുമല്ലോ. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തേക്കണം കേട്ടോ. ഞാനങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസം വരുത്തുമ്പോൾ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എല്ലാവരുടെയും കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ, എന്നാലും അങ്ങനെ ഒരു ചെറിയ ചെറിയ വ്യത്യാസം വരുത്തി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും അത് മനസ്സിലാവും. അപ്പോൾ ഞാൻ ചിക്കൻ ഞാൻ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് ഉപ്പും ആവശ്യത്തിന് ചേർത്ത് നമ്മൾ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 20 മിനിറ്റോളം ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ വെച്ചതിന് ശേഷം നമ്മൾ ഇനി കറി വയ്ക്കാൻ വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാകുമ്പോൾ അതിനകത്തേക്ക് ഒരു മീഡിയം ടൈപ്പ് 4 സവോള അരിഞ്ഞതാട്ടോ ഞാൻ എടുത്തേക്കുന്നത്. അത് അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നു കഴിയുമ്പോൾ അതിനകത്തേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഇത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം മാത്രമാണ് ഇതിനകത്തേക്ക് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് വഴന്ന് വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ടിരിക്കും കേട്ടോ. നമ്മുടെ സവോളയെല്ലാം നന്നായിട്ട് വെന്ത് വഴന്ന് വന്നു കഴിയുമ്പോൾ അപ്പോൾ നമ്മുടെ സവോള എല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 3 ടീസ്പൂണോളം ചിക്കൻ മസാലയും കൂടി ചേർത്തതിന് ശേഷം ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്കിത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലിലൊന്ന് കയറിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ ഷെയർ ചെയ്യാനും. നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് എല്ലാം ഞാൻ പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടെല്ലാം ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ നന്നായിട്ട് മുന്നോട്ട് പോകത്തുള്ളൂ. അപ്പോൾ എല്ലാവരുടെയും സഹകരണം ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പൊടികളുടെ എല്ലാം പച്ചമണം മാറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കനും കൂടി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചിക്കൻ ചേർത്തതിന് ശേഷം നമ്മൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി ഒരു 10 മിനിറ്റോളം നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ചെയ്യണത്. അതിനുശേഷം മാത്രമാണ് ഇതിനകത്തേക്ക് ഞാൻ വെള്ളം ചേർത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ ഒരു 10 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം അങ്ങനെ വെച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കിത് ഒരു പകുതി നമ്മുടെ ചിക്കൻ വെന്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി വെച്ചതിന് ശേഷം ഇനി ആണ് ഇതിനകത്തേക്ക് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ആ വെള്ളം നമ്മൾ ചെറിയ ചൂടോടുകൂടിയ വെള്ളമാണ് ഞാൻ ഇതിനകത്തേക്ക് ഒഴിക്കുന്നത് കേട്ടോ. തിളച്ചൊന്നും പോകണ്ട. ഇനി തിളച്ച വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല. ഞാനൊരു ചെറിയ ചൂടുള്ള വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. പച്ചവെള്ളം ഒഴിക്കുകയേ ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഇനി നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ചൂടുള്ള വെള്ളം നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള അത്രയും വെള്ളം നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. ഒന്ന് നന്നായിട്ട് ഒന്ന് പകുതിയല്ലേ വെന്തിട്ടുള്ളൂ. അപ്പോൾ ഇത് പകുതിയും കൂടി വേകാനുണ്ട്. അപ്പോൾ അതനുസരിച്ച് വേണം വെള്ളം ഒഴിക്കാനായിട്ട്. ഇത് നമ്മൾ വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ ഒന്ന് മൂടി വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളയ്ക്കാനായിട്ട് വെക്കണം കേട്ടോ. ഇനി ഇങ്ങനെ ജസ്റ്റ് തിളച്ച് വരുമ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ പിന്നെ ചേർക്കുന്നത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി. ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഇഞ്ചി വെളുത്തുള്ളി ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒന്ന് ജസ്റ്റ് തിളച്ച് വരുന്ന സമയത്ത്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടതിന് ശേഷം ഒരു 15 മിനിറ്റ് നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ നല്ല ഒരു പ്രത്യേക ടേസ്റ്റ് ആ ചിക്കനിലേക്കൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ കറിയെല്ലാം ഇങ്ങനെ ഒരുമാതിരിയൊക്കെ പറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഗ്രേവിക്ക് ആവശ്യമായിട്ട് നിങ്ങൾക്കിത് വറ്റിച്ചെടുക്കാം. ഇതിനി ഗ്രേവി ഒട്ടും വേണ്ട, നല്ല ഡ്രൈ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി കാണും വരെ ടാറ്റാ.